ഹായ്, 2 ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ എന്താ സംസാരിക്കേണ്ടത്, എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ, അതിനുള്ളൊരു മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. നമുക്കിഷ്ടമുള്ളത് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടാവും. അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ മിന്നുവിൻ്റെ ബർത്ത്ഡേ ആട്ടോ. മിന്നുവിൻ്റെ മാത്രമല്ല, കൊച്ചച്ഛൻ്റെ, അതായത് അവളുടെ അച്ഛൻ്റെയും. പിന്നെ ഒരു കാര്യം കൂടെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഞാനല്ല കേട്ടോ, കുഞ്ഞമ്മ. ഉണ്ടാക്കുന്നത് മിന്നുവാണ്. അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കാൻ നോക്കിയെന്നറിയോ? നല്ല ബോളിയും നല്ല വെളുവിളാന്നിരിക്കുന്ന പാൽപ്പായസവും. ഈ പാൽപ്പായസവും ബോളിയൊക്കെ ആർക്കല്ല ഇഷ്ടമല്ലാത്തത്. പാൽപ്പായസവും ബോളിയും എന്ന് ആലോചിക്കുമ്പോഴേ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ എന്താ വരുന്നത്? എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ബോളിയും പാൽപ്പായസ കടയാണ്. അവിടുത്തെ ആ രുചി, ഞാൻ ആക്ച്വലി 1-2 തവണ അവിടെ നിന്നുള്ള പാൽപ്പായസവും ബോളിയും കഴിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇപ്പോഴും ടേസ്റ്റ് എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ പാൽപ്പായസം ബോളി ലവേഴ്സിനും ആക്ച്വലി ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അവിടെ തന്നെയായിരിക്കും. എനിക്ക് ബോളി ഒറ്റയ്ക്ക് കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ പാൽപ്പായസത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീല്, അത് സൂപ്പറാണ്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമാണെന്നാണ് എൻ്റെ വിചാരം. ഇതിനോടുള്ള ഇഷ്ടം പോലെ തന്നെ ഇത് ഉണ്ടാക്കാനും അത്യാവശ്യം ടാസ്ക് ആട്ടോ. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ തക്ക ഇതിനോടുള്ള വിവരവും എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇത്രയും പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബോളിയുടെയും പാൽപ്പായസത്തിൻ്റെയും കഥ. റെസിപ്പി താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണണേ.